എന്തായാലും നല്ല സാധനം, അതുകൊണ്ട് ഞാൻ ഇത് എപ്പോഴും കൈ വെച്ചേക്കും. അതിൻ്റെ ഒരു നന്ദി സ്നേഹം എനിക്ക് അവളോട് ഉണ്ട് താനും. അവള് നല്ല കൊച്ചാ. കാര്യം അവള് ഇങ്ങനെയൊക്കെ ഞാൻ ഓരോന്നൊക്കെ പറയുമെങ്കിലും അവള് നല്ല കൊച്ചാ, വളരെ നല്ല കൊച്ചാ. അപ്പൊ എന്നെ വൈറലാക്കാൻ അവൾക്ക് തോന്നിയില്ലയോ? അത്രേ ഉള്ളൂ. അടുത്തത്, കഴിഞ്ഞ ദിവസം ഞാൻ ഇതുപോലെ ബസ്സിൽ പോകുമ്പോഴുണ്ടല്ലോ, ആ ബസ്സിന്റെ സൈഡിൽ മുട്ടിയിട്ട് എന്റെ നഖം ഇച്ചിരങ്ങ് ഇളകി. യോ, എനിക്കാണെങ്കിൽ ഈ നഖം അങ്ങോട്ട് ഇളകി ഇരിക്കുന്നത് കാരണം ഞാൻ എൻ്റെ കയ്യിലൊന്നും നഖമൊന്നും അങ്ങനെ വളർത്തത്തില്ല, എനിക്ക് ഇഷ്ടമല്ല അത്. ഈ പിള്ളേർ കുറെ ഇങ്ങനെ ഒട്ടിക്കുന്ന നഖവും ഈ നെയിൽ പോളിഷും എല്ലാം കൂടെ കയ്യെ വാരി തേച്ചോണ്ട് നടക്കും. എന്നിട്ട് ഈ കൈ കൊണ്ടല്ലേ ആഹാരം കഴിക്കുന്നത്. എനിക്ക് അങ്ങനെയുള്ള ഒന്നും ഇഷ്ടമേ അല്ല. ഇപ്പോഴും ഇഷ്ടമല്ല, പണ്ടേ ഇഷ്ടമല്ല. ഞാൻ നഖം പോലും വളർത്താറുമില്ല. അപ്പൊ ഇതുപോലെ ബസ്സിൽ കയറിയപ്പോഴത്തേന് കയ്യിലെ നഖം ഒന്ന് ഇളകിയിരുന്നു കേട്ടോ. എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള ഒരു കാര്യമാണ് അത്. അപ്പൊ അന്ന് ഞാൻ ഉറപ്പിച്ച കാര്യം, ഇനി എവിടെ പോയാലും ഞാനൊരു നെയിൽ കട്ടറും കൊണ്ടേ നടക്കത്തുള്ളത്. ഇപ്പൊ ഒരു നഖം അങ്ങോട്ട് പൊങ്ങിയിരുന്നെങ്കിൽ നമുക്കതങ്ങ് കട്ട് ചെയ്ത് കളയരുതോ? ആരാണ്ടോട് അനുവാദം ചോദിക്കണോ? ഇതങ്ങോട്ട് എടുത്തങ്ങോട്ട് വെട്ടുക, കളയോ, കാര്യം കഴിഞ്ഞു. വെറുതെ എന്തിനാ നമ്മളിങ്ങനെ അത് വിചാരിച്ച് ടെൻഷൻ അടിച്ചുകൊണ്ട് നടന്ന് പകുതി മൂടങ്ങ് പോകും. ഇത് സത്യം പറഞ്ഞാൽ ഇത് എന്തിൻ്റെ മരുന്നാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. പക്ഷെ ഞാനിതിൻ്റെ ബാഗിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും ആവശ്യം വരുമോ, അല്ലെങ്കിൽ എനിക്ക് തന്നെ ആവശ്യം വരുമോ ചെയ്യുവാണെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച്. എന്തിൻ്റെയാണെന്ന് എനിക്ക് പിടി കിട്ടിയിട്ടില്ല ഇപ്പോഴും. കുറേ നാളായി, 1 വർഷത്തോളമായി എൻ്റെ ബാഗിൽ കിടക്കാൻ തുടങ്ങിയിട്ട്. എനിക്കറിയത്തില്ല ഇതെന്തുവാന്ന്. എന്തായാലും കിടക്കട്ടോ. വേണ്ട, വാസ്ലിൻ. ഇവള് ഗൾഫിൽ നിന്ന് വന്നപ്പം ഈ സജി എന്നാ അവള് ആന്റിക്ക് ഒരു വാസ്ലിൻ കൊണ്ടുവരുക. എന്നാ നീ ഒരു ചെറിയ ഡബ്ബയില് 3-4 എണ്ണം വെച്ച് കൊണ്ടുവരണ്ടായോ? ഇവള് കൊണ്ടുവന്നേക്കുവാ ഒരു മുട്ടനൊരെണ്ണം. പറയുമ്പോൾ നമ്മളെല്ലാം പറയണമല്ലോ. കാര്യം ഇച്ചിരി ഉപകാരിയൊക്കെ ഇപ്പോഴെങ്കിലും ഇതുപോലുള്ള ഓരോ പരിപാടിയാണ് കാണിക്കുന്നത്. ഈ പെണ്ണിന് ഒരു വീണ്ടും വിചാരവും കാര്യങ്ങളും ഒന്നും. ഞാൻ പിന്നെ ഇതിനകത്ത് ഈ വലുതും എടുത്തിട്ടുകൊണ്ട് നടക്കണം. ഈ പെണ്ണിനൊന്നും ചിന്തിക്കരുത്. എനിക്ക് ചിന്തിക്കാനുള്ള കഴിവില്ലയോ? എന്താ എനിക്കറിയാൻ വയ്യ. അങ്ങനെ ഈ വലുത് തന്ന്, ഈ വലുതെങ്കിൽ വലുതെന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ ചുണ്ടൊക്കെ ഇടയ്ക്ക് ഡ്രൈ ആകുമ്പോൾ, ഇടയ്ക്ക് ഇതുപോലെ കൈയും കാലും ഒക്കെ ഡ്രൈ ആകുമ്പോൾ ഇച്ചിരി ഇതുകൂടെ അങ്ങ് തൂക്കും. ബോഡി ലോഷൻ കൂടാതെ ഇതുകൂടെ അങ്ങ് തൂക്കും. എങ്കിലേ എനിക്കൊരു സമാധാനം കിട്ടത്തുള്ളൂ. എന്നാൽ തരുമ്പോൾ ഇതൊക്കെ ഒരു 3-4 എണ്ണം ചെറുത് മേടിച്ച് തരണ്ടായോ? ഈ വലുതും താങ്ങിക്കൊണ്ട് ഞാൻ നടക്കണ്ടായോ? എന്താ ഇതൊക്കെ ഒന്നും പറഞ്ഞാൽ എൻ്റെ ഒന്നും തലേ കയറത്തില്ല. പിന്നെ മിണ്ടാൻ പോയാൽ ഇപ്പോൾ ഉള്ള വാക്സിൻ ബാഗും കൂടെ പോയി കിട്ടും. പിന്നെ അടുത്തത് അരി, പഞ്ചസാര, തേയില, വെളിച്ചെണ്ണ. ഇത് ഞാനേ കടയിൽ കൊണ്ടുപോയി സാധനം മേടിച്ച എൻ്റെ ലിസ്റ്റിന്റെ പേപ്പർ. അപ്പൊ ഇതും കൂടെ ഉള്ളു. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.